കർത്താവിൻ്റെ ധന്യതിരുനാമം മഹത്വപ്പെടട്ടെ. ഇന്നത്തെ ദിവസം ഏറ്റവും അനുഗ്രഹീതമാവട്ടെ. 2 കൊരിന്ത്യർ 4:16. ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നുവെങ്കിലും ഞങ്ങളുടെ അകമേയുള്ളവൻ നാൾക്കുനാൾ പുതുക്കം പ്രാപിക്കുന്നു. പരിശുദ്ധ നൊയിമ്പുകാലം അകമേയുള്ള മനുഷ്യനെ ബലപ്പെടുത്തുവാനുള്ള കാലമാണ്. പ്രാർത്ഥന, വിശുദ്ധ വേദവായന, ഉപവാസം എന്നിവയിലൂടെ അകമയുള്ള മനുഷ്യനെ നമുക്ക് ബലപ്പെടുത്താം. എല്ലാ മനുഷ്യൻ്റെയും ഉള്ളിൽ നന്മയും തിന്മയും ഉണ്ട്. റോമാലേഖനം 7:22 മുതൽ ബുദ്ധി കൊണ്ട് ദൈവത്തിൻ്റെ പ്രമാണത്തെയും ജഡം കൊണ്ട് പാപത്തിൻ്റെ പ്രമാണത്തെയും സേവിക്കുന്ന 2 വ്യക്തികൾ നമ്മുടെ ഉള്ളിൽ ഉണ്ട് എന്ന് പറയുന്നു. അതായത് ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന മറ്റൊരു പ്രമാണം നമ്മുടെ ശരീരത്തിൽ ഉണ്ട്. 1 കൊരിന്ത്യർ 2:14-15 വരെയുള്ള വേദഭാഗത്ത് 2 തരം മനുഷ്യരെ പറ്റി പറയുന്നു. 1 പ്രാകൃത മനുഷ്യൻ, 2 ആത്മീക മനുഷ്യൻ. പ്രാകൃത മനുഷ്യൻ ദൈവത്തിൻ്റെ ഉപദേശം കൈക്കൊള്ളുകയില്ല, അത് അവന് ഭോഷത്വമാണ്. എന്നാൽ ആത്മീക മനുഷ്യൻ സകലത്തെയും വിവേചിക്കുന്നു. ഡ്യൂപ്ലിസിറ്റി ഓഫ് ഹ്യൂമൻ നേച്ചറിനെ പറ്റി പ്രതിപാദിക്കുന്ന ഒരു കഥ റോബർട്ട് ലൂയിസ് സ്റ്റീവൻസൻ്റെ ദ സ്ട്രേഞ്ച് കേസ് ഓഫ് ഡോക്ടർ ജെക്കിൾ ആൻഡ് മിസ്റ്റർ ഹൈഡ്. ഡോക്ടർ ജെക്കിളും മിസ്റ്റർ ഹൈഡും ഒരാൾ തന്നെയാണ്. ഡോക്ടർ ജെക്കിൾ ചില സമയങ്ങളിൽ മിസ്റ്റർ ഹൈഡായി മാറും. എങ്ങനെ? ഡോക്ടർ ജെക്കിൾ മാന്യനായൊരു മനുഷ്യനാണ്, പേരുകേട്ട ശാസ്ത്രജ്ഞൻ. നിരന്തരമായ പരീക്ഷണങ്ങളിലൂടെ അദ്ദേഹം അദൃശ്യനാവാനുള്ള ഒരു മരുന്ന് കണ്ടുപിടിച്ചു. ഈ മരുന്ന് കഴിച്ച് മാന്യനായ ഡോക്ടർ ജെക്കിൾ കൂടെ തിന്മയുടെ രൂപമായ മിസ്റ്റർ ഹൈഡായി മാറും. ഹൈഡായി മാറി തിന്മ ചെയ്യുന്നതിൽ അയാൾ സന്തോഷം കണ്ടെത്തി. നിരന്തരമായി മരുന്ന് കഴിച്ച് മിസ്റ്റർ ഹൈഡായി മാറിയ അയാൾക്ക് മാന്യനായ ഡോക്ടർ ജെക്കിളിലേക്ക് തിരികെ വരുവാൻ കഴിഞ്ഞില്ല. നിരന്തരമായി നാം തിന്മകൾക്ക് വളമിട്ട് കൊടുത്താൽ നന്മയിലേക്ക് തിരികെ വരുവാൻ വളരെ പ്രയാസമാണ്. അതുകൊണ്ട് പരിശുദ്ധ നൊയിമ്പ് കാലഘട്ടത്ത് നമ്മുടെ കുറവുകളും ബലഹീനതകളും ദൈവത്തോട് നമുക്ക് ഏറ്റുപറയാം. ഒരു സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷൻ നമുക്കുണ്ടാവണം. പുറമേയുള്ള മനുഷ്യനിൽ നിന്നും അകമേയുള്ള മനുഷ്യനിലേക്കും പ്രാകൃത മനുഷ്യനിൽ നിന്നും ആത്മീക മനുഷ്യനിലേക്കും ഒരു പരിവർത്തനം ഈ പരിശുദ്ധ നൊയിമ്പിൽ ഉണ്ടാവട്ടെ. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.